ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ സ്നേഹിച്ചിരുന്നത് ഹരിയായിരുന്നു, ഹരിയുടെ കവിതകളെയായിരുന്നു. വിവാഹത്തിനു മുൻപ് ഹരിയുടെ കവിതകളെ ഒരു നിധി പോലെ സൂക്ഷിക്കുകയും ഹരിയുമായി നിരന്തരം കത്തുകളിലൂടെ നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നില്ലേ? എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ഇയാളാ. ഇയാളുടെ കൈക്കരുത്തില് ശ്വാസം മുട്ടിയ എന്റെ അച്ഛൻ മരിച്ചത്. കോടതിയോട് ഞാൻ ചോദിക്കുന്നത് എന്റെ അച്ഛനുള്ള നീതി കൂടിയാ. നിത്യ മോളെ, നിത്യ മോളെ, നിത്യ ഹരി, നിത്യ 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 എഴുന്നേക്ക്. നിത്യ നിത്യ കണ്ണ് തുറക്ക് കണ്ണ് തുറക്ക്. നിത്യ 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 കണ്ണ് തുറക്ക്. നിത്യ മോളെ, എഴുന്നേക്ക് മോളെ. ഹരി, നിത്യ 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 കണ്ണ് തുറക്ക് മോളെ. വീണ, വിപിനെ, കോടതിയിലെ നന്ദിത മഹാദേവൻ തകർത്തോണ്ടിരിക്കുക. ഓ, എന്തു പറയുന്നു? എന്ത് പറയാനാ, ധൈര്യത്തോടെ കോടതിയിലേക്ക് വന്ന് കയറിയ നിത്യ നന്ദിത മഹാദേവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിറച്ച് ബോധം കെട്ട് വീണു. ആ, എന്നിട്ട് എന്നിട്ട് എന്താവാൻ, അവൾക്ക് ബോധം വീഴുമ്പോ കേസിന്റെ വിസ്താരം വീണ്ടും തുടങ്ങും. എന്തായാലും നന്ദിത മഹാദേവൻ വിട്ടുകൊടുക്കുന്ന മട്ടൊന്നുമില്ല. മൊത്തത്തിലുള്ളൊരു രീതി കണ്ടിട്ട് വിധി ജീവൻ അനുകൂലമാവുന്ന എനിക്ക് തോന്നുന്നത്. അതെ, വക്കീലന്മാരുടെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ വിലയിരുത്തൊന്നും വേണ്ട. മറിച്ചുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ വിപിനെ, എനിക്ക് ജീവൻ പുറത്തിറങ്ങിയേ പറ്റൂ. എന്നിട്ട് വേണം എനിക്ക് ചെയ്തു തീർക്കാനുള്ളതൊക്കെ ജീവനെ ഏൽപ്പിച്ച് എനിക്ക് മിണ്ടാതിരിക്കാൻ. തന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. എന്തായാലും കോടതിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടേ താൻ ഇങ്ങോട്ട് വാ, ഞാൻ കാത്തിരിക്കാം. വിപിനെ, സത്യം പറഞ്ഞ ഞാൻ നല്ല ത്രില്ലിലാ കേട്ടോ. നമ്മുടെ ശത്രുക്കളെ കോടതിയിൽ നിന്ന് വിയർക്കുന്നത് കാണാൻ നല്ല രസമാ. ആ വിപിനെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട്. നിത്യ, നിങ്ങൾക്ക് ഇപ്പൊ അസ്വസ്ഥതയൊന്നുമില്ലല്ലോ? എങ്കിൽ വാദം തുടരാം. താങ്ക് യു മൈ ലോർഡ്. നിത്യ,
അച്ഛന്റെ മരണം എല്ലാരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. നിത്യയുടെ അച്ഛനെ ജീവനാണ് കൊന്നതെന്ന് നിത്യ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല? ഞാനത് അറിഞ്ഞത് ഒരുപാട് വൈകിട്ടാ. എങ്ങനെ? ശരവണം പറഞ്ഞിട്ട്. ആരാണ് ശരവണൻ? വീട്ടിലെ ജോലിക്കാരനാ, നമ്മുടെ കുടുംബാംഗത്തെ പോലെ. നിത്യ ഇന്ന് കോടതിയിലേക്ക് പുറപ്പെടുമ്പോ ശരവണൻ പറഞ്ഞതാണോ ഇക്കാര്യം? അല്ല, മുമ്പേ പറഞ്ഞതാ. യുവർ ഓണർ, സ്വന്തം അച്ഛന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒരു പെൺകുട്ടി തിരിച്ചറിയുന്നു. അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ പെൺകുട്ടി ന്യായമായും പ്രതികരിക്കേണ്ടതാണ്. നിത്യ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ ഒരു പരാതി ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതൊരു പക്ഷേ നിലവിലുള്ള നിയമവ്യവസ്ഥയോട് നിത്യയ്ക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ ഈ വിചാരണ വേളയിൽ നിത്യ ഇങ്ങനൊരു കാര്യം കോടതിയിൽ വിളിച്ചു പറഞ്ഞതിന് പിന്നിൽ ജീവൻ ശിക്ഷിക്കപ്പെടണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണുള്ളത്. നിത്യ ജീവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഐ മീൻ, നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് നിങ്ങൾക്ക് ജീവനോട് സ്നേഹം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഏതു തരത്തിലുള്ള സ്നേഹം? താലി ചാർത്തിയ ഭർത്താവ് എന്ന കടപ്പാടിന്റെ പേരിലോ അതോ സിൻസിയർ ആയിട്ടുള്ള ഒരു ഇഷ്ടമോ? ഞാൻ സിൻസിയർ ആയിരുന്നു. നോ, നിത്യ ഒരിക്കലും ജീവനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ സിൻസിയർ ആയിരുന്നില്ല. നിത്യ സ്നേഹിച്ചിരുന്നത് ഹരിയായിരുന്നു, ഹരിയുടെ കവിതകളെയായിരുന്നു. വിവാഹത്തിനു മുൻപ് ഹരിയുടെ കവിതകളെ ഒരു നിധി പോലെ സൂക്ഷിക്കുകയും ഹരിയുമായി നിരന്തരം കത്തുകളിലൂടെ നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നില്ലേ? അതൊരു സൗഹൃദം മാത്രമായിരുന്നു. ആ സൗഹൃദത്തിന്റെ ഉടമസ്ഥൻ ഇന്ന് നിത്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. സത്യമല്ലേ? നിത്യയും അയാളും ഒന്നിച്ചാണ് ഉറങ്ങുന്നത്. സത്യമല്ലേ? മധുര നൊമ്പരക്കാറ്റ്